കാസർഗോഡ് ജില്ലയുടെ പുതിയ കലക്ടറായി അർജുൻ പാണ്ഡ്യൻ IAS ചുമതലയേറ്റു. സേവനത്തിന് ഒരുപാട് സാധ്യതകളുള്ള ജില്ലയാണ് കാസർഗോഡ് എന്നും തിരഞ്ഞെടുപ്പ് മികച്ച രീതിയിൽ നടത്താൻ പരിശ്രമിക്കുമെന്നും കലക്ടർ പറഞ്ഞു. This news sponsored by Yenappoya Speciality Hospital, Kodiyal Mile, Mangalore. വിദ്യാനഗറിലെ സിവിൽ സ്റ്റേഷനിലെത്തി ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടെയാണ് അരുൺ പാണ്ഡ്യൻ IAS ജില്ലാ കളക്ടർ K. ഇമ്പശേഖറിൽ നിന്നും ചുമതല സ്വീകരിച്ചത്. തൃശൂർ ജില്ലാ കളക്ടറായിരിക്കെ കാസർഗോട്ടേക്ക് സ്ഥലം മാറ്റം ലഭിച്ച ഇദ്ദേഹം ഇതിനു മുമ്പ് ചീഫ് സെക്രട്ടറിയുടെ സ്റ്റാഫ് ഓഫീസർ, ലേബർ കമ്മീഷണർ തുടങ്ങിയ നിരവധി പദവികൾ വഹിച്ചിട്ടുണ്ട്. കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ബിരുദം കരസ്ഥമാക്കിയ അരുൺ പാണ്ഡ്യൻ 2017 ബാച്ച് കേരള കേഡർ IAS ഉദ്യോഗസ്ഥരാണ്. ഇടുക്കി ഏലപ്പാറ സ്വദേശിയായ പാണ്ഡ്യൻ ഉഷാകുമാരി ദമ്പതികളുടെ മകനായ ഇദ്ദേഹം കാസർഗോഡിൻ്റെ 26ാമത് ജില്ലാ കളക്ടറായാണ് ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. വളരെ സന്തോഷത്തോടെയും ഒരുപാട് പ്രതീക്ഷകളോടെയുമാണ് കാസർഗോഡ് ജില്ലാ കളക്ടറായി അധികാരമേൽക്കുന്നതെന്ന് അരുൺ പാണ്ഡ്യൻ പറഞ്ഞു. കൊല്ലത്തിൻ്റെ മേലെ ജില്ലാ കളക്ടറായിട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം വന്ന ട്രാൻസ്ഫർ ഓർഡറിലാണ് കാസർഗോഡേക്ക് വരുന്നത്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ജില്ലയാണ് കാസർഗോഡ് ജില്ല എന്നുള്ളത് അറിയാം. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ഇപ്പം ഒരുപാട് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെയുള്ള ഒരു ജില്ല തന്നെയാണ്. ഇപ്പം അടുത്ത് തന്നെ വരുന്നത് ഇലക്ഷനാണ്. ഇപ്പം ഇലക്ഷൻ മികച്ചതായിട്ട് രീതിയിൽ നടത്താനും ജില്ലയിലെ പ്രശ്നങ്ങളിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും ജനങ്ങളെയും എല്ലാവരെയും കേട്ടുകൊണ്ടും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടും വികസന പ്രവർത്തനങ്ങളിലും എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പ്രവർത്തനത്തിന് ഒരുപാട് സാധ്യതകളുള്ള ജില്ലയാണ് കാസർഗോഡ്. ഇലക്ഷൻ മികച്ച രീതിയിൽ നടത്താനുള്ള പരിശ്രമം ആരംഭിക്കും. ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും ജനങ്ങളെയും കേട്ടുകൊണ്ടും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടും വികസന കാര്യങ്ങളിൽ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്നും പുതിയ ജില്ലാ കളക്ടർ വ്യക്തമാക്കി. സാറ് തുടങ്ങി വെച്ച പദ്ധതികളെല്ലാം അതേ രീതിക്ക് തന്നെ മുന്നോട്ട് പോകും. ഓപ്പറേഷൻ സ്പൈലാണെങ്കിൽ നമ്മുടെ ട്രൈബൽസിനായിട്ടുള്ള ലാൻഡിൻ്റെ ഇഷ്യൂസ് പരിഹരിക്കുന്നതിനും അവർക്ക് ഡോക്യുമെൻ്റ് കൊടുക്കുന്നതിൻ്റെ വിഷയമായിരുന്നു. അപ്പോൾ അതും കൂടുതലായിട്ട് മികച്ച രീതിയിലായിട്ട് നമ്മൾ കൊണ്ടുപോകും. DC കണക്റ്റും അതേപോലെയൊക്കെ തന്നെ ഉണ്ടാവും. എല്ലാ പദ്ധതികളും നമ്മൾ അതേപോലെ തന്നെ ഉണ്ടാവും. പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം പുതിയ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കാനും നമുക്ക് ശ്രമിക്കും. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും കേട്ടുകൊണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും കേട്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പക്ഷേ അതേ രീതിയിൽ വർക്ക് മികച്ച രീതിയിൽ നമ്മൾ കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഞങ്ങളിപ്പോൾ ജോയിൻ ചെയ്യുന്ന ഏകദേശം 8ാമത്തെ ജില്ലയാണ്. പല പോസ്റ്റിലായിട്ട് 7 ജില്ലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. 8ാമത്തെ ജില്ലയിലാണ് ഞാൻ വരുന്നത്. എല്ലാ ജില്ലയിലും നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും നല്ലൊരു ടെന്യൂർ ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അതിന് എല്ലാവരുടെയും സപ്പോർട്ട് ഒന്നും കൂടെ പ്രതീക്ഷിക്കുന്നു. വിവിധ തസ്തികകളിലായി താനിപ്പോൾ കേരളത്തിലെ 8ാമത്തെ ജില്ലയിലാണ് പ്രവർത്തിക്കുന്നതെന്നും ഏതു ജില്ലയിൽ പ്രവർത്തിക്കുമ്പോഴും അത് സ്വന്തം ജില്ലയായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടുണ്ടെന്നും മികച്ച ജില്ലാ കളക്ടർക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം നേടിയിട്ടുള്ള അരുൺ പാണ്ഡ്യൻ IAS കൂട്ടിച്ചേർത്തു. നമ്മുടെ തൃശ്ശൂർ നല്ലൊരു ടെന്യൂറായിരുന്നു. പക്ഷേ നമ്മൾ ട്രാൻസ്ഫേഴ്സൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അല്ല, എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അത് നമ്മുടെ സ്വന്തം ജില്ലയായിട്ട് കണ്ട് തന്നെയാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. എവിടെ വർക്ക് ചെയ്യുന്ന ആ സ്വന്തം ജില്ല. പക്ഷേ തൃശ്ശൂരിലുണ്ടായിരുന്ന എക്സ്പീരിയൻസും അവിടെ തന്ന സ്നേഹവും എല്ലാം ഇവിടത്തേക്ക് മുതൽക്കൂട്ടാവുന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് ഒരു കോൺഫിഡൻസും ഒരു ട്രസ്റ്റും അവിടെ ഉണ്ടായിരുന്നു. അത് ഇവിടെ കൂടുതൽ ഊർജ്ജത്തോടെ പ്രവർത്തിക്കാനുള്ള ഒരു കാര്യം ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.